ഇന്ന് നമ്മളൊരു 34 സീറ്റ് ബസ്സും കൊണ്ട് വയനാട് പോവാണ്. അങ്ങനെ നമ്മൾ പോണ വണ്ടി ഇതാണ്. നമ്മളെ മീ ഹോളിഡേസിന്റെ വണ്ടിയിലാണ് നമ്മൾ ഇന്ന് വയനാട്ടിൽ പോണത്. അതുപോലെ സുബൈക്ക് നമ്മൾ പൂളമണ്ണല്ല ഷെഡിലെത്തി. ഇതാണ് നമ്മളെ സഞ്ജു. ചെറുക്കനാണെങ്കിൽ ട്രിപ്പിന് പോരുന്നില്ല. ഓന്റെ പകരം ഓന്റെ അച്ഛനാത്ര പോരുന്നത്. സമയം 5 മണിയായപ്പോ നമ്മൾ നേരെ പാർട്ടിക്കാരെടുക്കാൻ പോയി. പിന്നെ നമ്മൾക്ക് ഉച്ചക്ക് മുടുങ്ങാനുള്ള ബിരിയാണി അങ്ങോട്ട് വണ്ടിയിൽ ലോഡാക്കി. പിന്നെ നമ്മൾ ഒന്നും നോക്കില്ല, വണ്ടി എടുത്ത് നേരെ വയനാട്ടിക്കാണ് വിട്ടു. നേരെ വെളിച്ച് വെച്ചൊക്കെ തന്നെ നമ്മൾ നേരെ വണ്ടിയാണ് കൊണ്ടുപോയി ചുരത്തിന് മേലെ കൊണ്ടുപോയി നിർത്തി. ഇതാണ് നമ്മൾ സഞ്ജുവിന്റെ അച്ഛൻ രാധാകൃഷ്ണേട്ടൻ. കൃഷ്ണേട്ടൻ ചുരത്തിന് മേലെ ചായക്കടല്ലാന്നില്ല സങ്കടത്തിൽ കുത്തിരിക്കാണ്. പിന്നെ നമ്മൾ കുറച്ചേരം രാവിലത്തെ വെയിലങ്ങോട്ട് കൊണ്ടു. രാവിലത്തെ ചായവടിയൊക്കെ കഴിഞ്ഞാണ് നമ്മൾ നേരെ പോയത് വിന്നൂരിക്കാണ്. രാവിലെ തന്നെ അവിടെ ഓപ്പൺ ആയിക്കന്നെ ഫസ്റ്റ് വണ്ടി കയറിയത് നമ്മളാണ്. അങ്ങനെ സമയം ഒരു ഉച്ചായപ്പാക്കിന് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വിട്ടു. സമയം ഉച്ചായപ്പാക്കിന് നമ്മൾ രാധാകൃഷ്ണേട്ടന്റെ പൈസ നടത്തി. ഇതാണ് നമ്മളെ ബിനിച്ചേട്ടൻ. ബിനിച്ചേട്ടനാണെങ്കിൽ ഫുൾ ടൈം കൂളിംഗ് ഗ്ലാസ് ഇടും. സംഭവം വേറെ ഒന്നല്ല, ആരോ പറഞ്ഞു കൂളിംഗ് ഗ്ലാസ് ഇട്ടപ്പോ മമ്മൂട്ടിന്റെ മാതിരിയാണ്. അതിന്റെ ശേഷം പിന്നെ കൂളിംഗ് ഗ്ലാസ് അങ്ങോട്ട് ഊരിയിട്ടില്ല. ബിനിച്ചേട്ടന്റെ കമ്പനിയൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് കൂളിംഗ് ഗ്ലാസ് ഇട്ടു. പിന്നെ വല്ലാണ്ട് പള്ളക്ക് പൈച്ചപ്പോ നമ്മൾ നേരെ ഫുഡ് അയച്ച വണ്ടി അങ്ങോട്ട് നിർത്തി. പൈപ്പിന്റെ ഊക്കൊണ്ടാ തോന്നുന്നുണ്ട് നമ്മള് രാധാകൃഷ്ണേട്ടനും ബിനിച്ചേട്ടനും അലാക്കിന്റെ തീറ്റ തിന്നാണ്. അപ്പൊ ഏതായാലും നമ്മൾ ഈ ചോറൊന്നും വളമ്പി കൊടുക്കണം. അപ്പൊ ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. അടുത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചെങ്ങന്മാരെ ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോളയും.